ചേട്ടാ, ഈ മോദിയുടെ നാഷണൽ ഹൈവേ ഇടിഞ്ഞു പോയല്ലോ, ആളുകളിങ്ങനെ ആഘോഷിക്കുകയാണ്. അല്ല, അത് മുഹമ്മദ് റിയാസിൻ്റെ അല്ലേ? ഇപ്പം മോദിയുടെയാ? ആണോ? പൊളിഞ്ഞപ്പോൾ മോദിയുടെ. അതല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത്. മുഹമ്മദ് റിയാസ് കൂലിക്ക് ആളെ നിർത്തിയിട്ട് എല്ലാ ഫ്ലക്സും എടുത്ത് മാറ്റുന്നുണ്ടെന്ന് കേട്ടു. അതെ, വെറുതെ വേണ്ട. അതിന് ഒരു എഞ്ചിനീയറായ ചേട്ടന് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, നിരീക്ഷിച്ച് കാണുമല്ലോ. അല്ല, ഇത് എഞ്ചിനീയർമാർക്ക് വലിയ നാണക്കേടുണ്ടാകുന്ന കാര്യമാണ് ഈ നടക്കുന്നതൊക്കെ. ഒരു റോഡ്, ഒരു പാലം നേരെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒരു പാലം പണിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്പാനും കഴിയുമ്പോൾ പട്ടാന്ന് അടിക്കുന്നത് കണ്ടിട്ടില്ല വണ്ടി. കേരളത്തിന് പുറത്ത് പോയി നോക്കി, ഈ ചാട്ടമില്ല, അടിയില്ല. അത് ഞാൻ നടുക്കെന്തോ സാധനം ഇട്ടിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം അല്ലേ ഇത്? അത് ഞാൻ സിവിൽ എഞ്ചിനീയറല്ല, എന്നാലും എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ജോയിൻ്റ് ഉണ്ട്. രണ്ട് സ്പാൻ തമ്മിൽ, രണ്ട് ബീം തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ അത് വെയിലൊക്കെ തട്ടിയിട്ട് ഇത് കൂടുതൽ വികസിക്കുക, ഗ്യാപ്പ് കൂടുക, കുറയുകയൊക്കെ ചെയ്യും. അതിന് എക്സ്പാൻഷൻ ജോയിൻ്റ് എന്ന് പറയും. അത് ആ ഗ്യാപ്പ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പക്ഷേ വണ്ടികൾ ഇതറിയാതെ അതിന് മുകളിൽ കൂടെ പൊക്കോണ്ടിരിക്കും. ഇതൊക്കെ നോക്കേണ്ടത് ബേസിക്കലി എൻജിനീയർമാരുടെ ചുമതലയാണ്. അല്ലാതെ ഇത് പൊളിഞ്ഞു കഴിയുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയല്ല. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് എന്താ? ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, അവിടെ മണ്ണിടിച്ചിലുണ്ടായി, എന്ത് ചെയ്യും? മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ ശരിയാണ്, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മണ്ണിടിയുന്ന സ്ഥലമാണ് അത് എന്ന് നിങ്ങളിത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ TV വിഷ്വൽസിലും പിന്നെ നാട്ടുകാർ പറഞ്ഞ അറിവും വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നോക്കിയതല്ല. ഈ പാടത്തുകൂടെ റെയിൽവേ ലൈൻ പോകില്ലേ, ഇങ്ങനെ എംബാങ്ക്മെൻറ്റ് എന്ന് പറയുന്നത്, അതിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ പുറത്തൂടെ വണ്ടി ഇങ്ങനെ പോകും. പാടത്തു നിന്ന് വളരെ ഉയരത്തിലായിരിക്കും തീവണ്ടി പോകും. ഇതുപോലെയാണ് റോഡും ചെയ്തിരിക്കുന്നത്. പാടം ക്രോസ് ചെയ്യാനായിട്ട് ഇവർ ഇതുപോലെ എംബാങ്ക്മെൻറ്റ് കെട്ടിയിട്ട് അതിന് മുകളിൽ കൂടെ റോഡ് പോകുന്നു. സർവീസ് റോഡ്, അത് പഴയ റോഡ് എങ്ങനെ നിൽപ്പുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ഇതാണ്. അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെ. കേരളം ഒരു ഉറച്ച മണ്ണുള്ള പ്രദേശമല്ല. ഇത് ശ്രീധരൻ 10,000 തവണ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ കാലത്ത്. നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലമല്ല കേരളം. ലാറ്ററൈറ്റ് മണ്ണെന്ന് പറയുന്നത് സഹ്യപർവ്വതത്തിനും കടലിനും ഇടയ്ക്കുള്ള ചെറിയൊരു സ്ട്രിപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സ്ട്രിപ്പിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതിയുള്ള സ്ഥലം വെറും 75 കിലോമീറ്ററാണ്. ഏറ്റവും കൂടുതൽ വീതി എനിക്ക് തോന്നുന്നു 135 കിലോമീറ്റർ. ഇത്രയേ ഉള്ളൂ കേരളം. ക്രോസ് കടലിൽ നിന്ന് നേരെ നൂല് പിടിച്ചു കഴിഞ്ഞാൽ 135 കിലോമീറ്റർ കഴിയുമ്പോൾ തീർന്നു കേരളം. വണ്ണം കുറഞ്ഞ ഭാഗത്താണ് 75 കിലോമീറ്റർ കൊണ്ട് തീർന്നു. ഇങ്ങനെയുള്ള ഒരു ചെറിയ കഷ്ണമാണ് കേരളം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധനമൊന്നുമല്ല കേരളം. ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ വല്ല വിനോദസഞ്ചാര കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അല്ലാതെ ഇത്രയും പോപ്പുലേഷനെയും താങ്ങി, ഈ ട്രാഫിക്കൊക്കെ താങ്ങി, ഇത്രയധികം ട്രെയിനുകളുമൊക്കെ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ശ്രീധരൻ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾ തൂണ് ഉണ്ടാക്കി നമ്മുടെ മെട്രോ പോലെ വയാഡക്റ്റ് വഴി ഹൈ സ്പീഡ് റെയിൽ ഓടിച്ചോളൂ. അതിന് 1.5 ലക്ഷം കോടി രൂപ ആകും. അത് അദ്ദേഹത്തിൻ്റെ തന്നെ എസ്റ്റിമേറ്റാണ്. പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഹൈ സ്പീഡ് റെയിൽവേ ഓടണമെങ്കിൽ ഇത്രയും കാശാകും. പക്ഷെ ഒരു കാര്യം, ഞാൻ കാശും മുടക്കില്ല, എനിക്ക് 250 കിലോമീറ്റർ സ്പീഡിൽ പോവുകയും വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ ചേട്ടനെ ശ്രദ്ധപ്പെടുത്തട്ടെ. നമ്മൾ ഈ കൊല്ലത്തേക്ക് പോകുമ്പോൾ, എൻ്റെ അഭിപ്രായമല്ല, ഒരാൾ എഴുതി ഞാൻ വായിച്ച, മൺട്രോത്തുരുത്ത് കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടെ നമ്മുടെ റെയിൽ പാത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കോൺക്രീറ്റും കെട്ടിയിട്ടില്ല, ഒരു കോൺക്രീറ്റ് ഫെൻസിങ്ങും ഇല്ല. വെറുതെ മണ്ണിട്ട് പൊക്കി അതിലൂടെ 100-110 കിലോമീറ്റർ വേഗത്തിൽ തീവണ്ടി ഓടുന്നുണ്ട്. ഇടിഞ്ഞ് താഴുന്നില്ല. അവിടെ ഇടിഞ്ഞ് താഴുന്നുണ്ട്. അതായത് അത് ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയ കൊല്ലത്ത് നിന്ന് ഒരു 35 കിലോമീറ്റർ തെക്കോട്ട്, അപ്രോക്സിമേറ്റാണ്. പുള്ളി പറഞ്ഞു 47 വർഷമോ മറ്റോ ഈ എംബാങ്ക്മെൻറ്റ് സ്ട്രെങ്തൻ ചെയ്താണ് ഇപ്പോൾ അത് സ്റ്റേബിളായിരിക്കുന്നത്. പക്ഷെ അവിടെ മണ്ണിടിഞ്ഞിട്ട് റെയിൽ ഗതാഗതം മുടങ്ങിയിട്ടുണ്ടോ? റീസെൻറ്റ് പാസ്റ്റിലില്ല. കാരണം നേരത്തെ ഇതിങ്ങനെ ഗതാഗതം മുടങ്ങുമൊന്നുമില്ല. വണ്ടി സ്ലോ ആകും, വളരെ പതുക്കെ പോകും.
എന്നിട്ട് ഇവർ വീണ്ടും മണ്ണ് മെറ്റൽ അത് ഇത് ചേർന്നിട്ട് ഇത് സ്ട്രെങ്തൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇത് താഴത്തേക്കിരിക്കും, വീണ്ടും താഴത്തേക്കിരിക്കും. അങ്ങനെ 47 വർഷമോ മറ്റോ താന്ന് നമ്മൾ ഇതിട്ട് പൊക്കി ലെവൽ ശരിയാക്കിയിട്ട് ഇപ്പം അത് സ്റ്റേബിളായിരിക്കും. ഇപ്പം നമ്മൾ ഈ കേരളം ശ്രീധരൻ വാസ്തവത്തിൽ കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽ എന്തുകൊണ്ട് നിരത്തിൽ കൂടെ ഭൂമിയിലൂടെ പോവില്ല എന്നതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് കൊല്ലത്തിൻ്റെ ഉദാഹരണമാണ്. കൊല്ലം ഏരിയയിൽ ആ ശാസ്താംകോട്ട ഭാഗത്തല്ല. അല്ല, ഞാൻ പറയുന്നത് ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു വിശദീകരണം കണ്ടു. അവിടെ പണ്ട് പാടമായിരുന്നു, പാടം കഴിഞ്ഞു മഴ പെയ്തപ്പോൾ കപ്പില്ലറി ആക്ഷൻ വരും, വെള്ളം മുകളിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് കാരണം ഇത് എഞ്ചിനീയർമാർ അറിയണ്ടേ ഇത്? അല്ല, അങ്ങനെ അതൊരു തൊടുമയായല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ വേണേൽ പറയാം. സൂര്യനാണ് കാരണം, സൂര്യന്റെ ചൂട് കൊണ്ട് വെള്ളം നീരാവിയായി പോയി മഴയായിട്ട് പെയ്താണെന്ന് പറയാമല്ലോ. ഇതെല്ലാം സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതാണ്. അപ്പോൾ അവിടെ വീഴ്ചയുണ്ട്, സംശയം എന്താ? ഞാൻ പറയുന്നത് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ലാൻഡ് സ്ലൈഡ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകും, മണ്ണിന് പശിമ കുറവാണ്, കുഴഞ്ഞ മണ്ണാണ്, അല്ലെങ്കിൽ ആറ്റിലെ മണ്ണാണ്. 3 വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. അവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. മറ്റേ ടൈൽസ് അല്ലേ ഇടിഞ്ഞു വീഴുന്നു പടപടാന്ന്. അത് ചേട്ടനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ടൈല് വീണാലും ഒരാൾ. ടൈല് മാത്രമല്ല ചേട്ടാ, ഞാൻ ഈ ഹൈവേയുടെ പണി നടക്കുന്ന സ്ഥലത്തൂടെ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തു. ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു, എന്നിട്ട് നമ്മൾ ഈ സ്ലാബ് മുതൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോലെ സ്ലാബ് പോലത്തെ ഒരു സാധനം ഫിറ്റ് ചെയ്യുകയാണ് ഈ അടിത്തറയിൽ, എന്നിട്ട് അതിൽ മണ്ണിടുകയാണ്. അതിനെന്തും ബലം ഉണ്ടാവും എനിക്കറിയില്ല. ഈ അടിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ തള്ളിച്ച, അതിൻ്റെ ഫോഴ്സ് ഭയങ്കരമാണ്. ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇതിൻ്റെ അനുഭവസ്ഥനും കൂടെയാണ് ഞാൻ. ഈ നമ്മുടെ നാട്ടിലെയൊക്കെ പറമ്പുകളിൽ ഒരുപാട് തോടുണ്ടാവില്ല, ചെറിയ തോടുകൾ, മെയിൻ തോട്ടിലേക്ക് വെള്ളം ഒഴുകി പോകാനായിട്ട് മഴക്കാലത്ത് ഒഴുകിപ്പോകാൻ. അപ്പോൾ ഈ തോടിൻ്റെ അരികിൽ നിന്ന് ഇപ്പുറത്തേക്കാണ് ഞാൻ താമസിക്കുന്ന പറമ്പ്. ആ തോടിൽ വെർട്ടിക്കലി ചെങ്കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് അതിന് മുകളിലേക്കും മതിലും കെട്ടി. എൻ്റെ ചെറുപ്പത്തിലാണ് ഈ സാധനം. അടുത്ത മഴയ്ക്ക് പൊതിനും പറഞ്ഞു ഫുൾ മതിലങ്ങ് പൊളിഞ്ഞു. ഒരു 150-200 അടിയോളം ഉണ്ട് ആ അതിർത്തിയിലെ മതിൽ. ഇതൊന്നും പൊളിഞ്ഞു. പിന്നെ അവിടുത്തെ മെയിൻ മേസ്ത്രിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അവർ 6 പണിഞ്ഞു. അതാ തോമസാണ്, വിളിച്ചുകൊണ്ട് പോകാൻ. തോമസിനെ കുറേ ആൾ കുറഞ്ഞു. എങ്ങനെയാണ് നീ ഇത് പണിഞ്ഞു? അത് സ്ലാൻഡ് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് വേണം കല്ല് അടുക്കാൻ. എന്നിട്ട് അതിനിടയ്ക്ക് ഓരോ ഇഷ്ടിക വലിപ്പത്തിൽ ഗ്യാപ്പ് ഇടണം, വെള്ളം ഒഴുകി പോകാൻ, വെള്ളം ഊർന്നു പോകാൻ. ചോർന്നും ഊർന്നും തോട്ടിലേക്ക് പോകും പറമ്പിലെ വെള്ളം. മുകളിൽ കൂടെയും പോകും, താഴെ കൂടെയും പോകും. ഈ സെറ്റപ്പിന് മുകളിൽ നമ്മുടെ മതിലുള്ളതുകൊണ്ട് വെള്ളത്തിന് മുകളിൽ കൂടെ പോകാൻ നിർവാഹമില്ല. താഴെ നിങ്ങൾ ഓപ്പണിങ് കൊടുത്തിട്ടില്ല, പ്ലസ് നിങ്ങൾ വെർട്ടിക്കലായിട്ട് ഇങ്ങ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവന് ശക്തിയായിട്ട് തള്ളുമ്പോൾ ഈ വെർട്ടിക്കൽ സാധനം മാറി. ചെരിഞ്ഞവനാണെങ്കിൽ അവൻ മറിയില്ല, അവന് ഈ ഇതും കൊടുത്തിട്ടുണ്ട്, ഈ ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഓരോ ഇഷ്ടിക വലിപ്പത്തിൽ. അതിലൂടെ വെള്ളം പൊക്കോളും. അല്ലാതെ വെള്ളത്തെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. ഈ എഞ്ചിനീയറിംഗ് ലോകത്തിലെ ഒരു വസ്തുവിനും വെള്ളത്തെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. നിങ്ങൾ ഒന്നുകിൽ അത് തിരിച്ചു വിടണം, അല്ലെങ്കിൽ അത് മുകളിലേക്ക് ഹൈറ്റ് കൂടി വരും. ഒന്നുകിൽ തിരിച്ചു വിടണം, അല്ലെങ്കിൽ അടിയിൽ കൂടെ വിടണം. എന്തെങ്കിലും ഒരു ഔട്ട്ലെറ്റ് കൊടുക്കണം വരുന്ന വെള്ളത്തിന്, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഫോഴ്സ് വയ്ക്കാൻ പറ്റില്ല. അല്ല ചേട്ടാ, എൻ്റെ സംശയം, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാത്ത നാടൻ മേശരിമാർക്ക് അറിയാവുന്ന കാര്യം നമ്മുടെ എഞ്ചിനീയർമാർക്ക് അറിയില്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം ഈ ഓരോ കൺസ്ട്രക്ഷനും ഇങ്ങനെ ഇടിഞ്ഞു വീഴുകയും പൊളിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്നു. ഞാൻ വേറൊരു അത്ഭുതം കണ്ടു. ഏതാ താലൂക്ക് ഓഫീസ് കാസർഗോഡോ അങ്ങനെ ഉണ്ട്. വെറുതെ ഈ കോൺക്രീറ്റ് പിണ്ണാക്ക് പോലെ അങ്ങ് അടർന്നു വീഴുന്നു, മഴ പെയ്തു എന്നുള്ള കാരണത്താൽ. മഴ പെയ്ത് കോൺക്രീറ്റ് വെള്ളം കുടിച്ചിട്ട് ബിസ്ക്കറ്റ് ചായയിൽ മുക്കുന്ന പോലെ ഇങ്ങനെ വീണ് പോകുന്നു. ഇങ്ങനൊരു കൺസ്ട്രക്ഷനുണ്ട്. ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു പോയി മറിഞ്ഞു വീണു നമുക്ക് മനസ്സിലാക്കാം. ബട്ട് ഇതിങ്ങനെ മറ്റേ വെള്ളത്തിൽ മുക്കിയ ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെ ഇങ്ങനെ അടർന്നു വീഴുകയാണ് കോൺക്രീറ്റ്. അതിനകത്ത് സിമെന്റിന്റെ മണലിന്റെ അനുപാതം നോക്കണം, ആണ് കാര്യം. അപ്പോൾ മണ്ണ് കൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൽ വെള്ളം സൺഷെയ്ഡാണ്, ഇങ്ങനെ ചെരിച്ച
സൺഷെയ്ഡാണ്. അല്പം പഴയതാണെന്നേ ഉള്ളൂ. ബട്ട് സൺഷെയ്ഡ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് മണ്ണാണ്. മണ്ണാങ്കട്ടയ്ക്കല്ലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. കോൺക്രീറ്റിന് വെള്ളം കുടിക്കാൻ പറ്റില്ല. കോൺക്രീറ്റിലേക്ക് വെള്ളം കയറില്ല, മുകളിൽ കൂടെ ഒഴുകി പോവുകയുള്ളൂ. ഇറ്റ് വാസ് നോട്ട് കോൺക്രീറ്റ് എന്നാണ് അതിനർത്ഥം. അതെ, ഇതുവരെ അത് എങ്ങനെ നിന്നു? അങ്ങനെ ഒരു സൂത്രപ്പണിയിൽ അങ്ങനെ നിന്നു. ദൈവാധീനം കൊണ്ട് ചില കൺസ്ട്രക്ഷൻസ് നിന്നു. ഇപ്പോൾ കേരളത്തിൽ ഇത് മോദിയെയും നാഷണൽ ഹൈവേയും നിതിൻ ഗഡ്കരിയൊക്കെ കുറ്റം പറയാനുള്ള അവസരമായി. കുറ്റം പറയണമെങ്കിൽ അത് പറയേണ്ടത് തന്നെ. ഈ കുറ്റം ചെയ്തത് ആരാണ്, എവിടെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക് വന്നത്, അത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് ആ ഒരു സ്ഥലത്ത് മാത്രമല്ല, അവിടുന്ന് പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ വിള്ളലും സംഗതിയൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വ്യാപകമായി ഇടിയ മഴ കലശലായ അപ്പം മഴയത്ത് ഒലിച്ചു പോകുന്നൊരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കൺസ്ട്രക്ഷൻ അല്ല. ബേസിക് കൺസ്ട്രക്ഷൻ മൈൻഡുള്ള ആൾക്കാർ, നോളജുള്ള ആൾക്കാർ ചെയ്തതല്ല അത്. പലപ്പോഴും കേരളത്തിന് പുറത്തുള്ള എൻജിനീയറിങ് ഇവിടെ കേരളത്തിൽ ആപ്ലിക്കബിൾ അല്ല. കേരളം ഒരു പ്രത്യേക സാധനമാണ്, ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇതായിരിക്കും കാരണം കേരളത്തിന് പുറത്ത് അഡോപ്റ്റ് ചെയ്ത അതേ മെക്കാനിസം ഇവിടെ കൊണ്ടുവന്ന് ശരി, പാടമാണോ? അപ്പോൾ അതിൻ്റെ ഡിസൈൻ, ആ പാടത്തിൻ്റെ ഡിസൈൻ എടുത്ത് സ്റ്റാൻഡേർഡ് ഡിസൈനാണ്. അപ്പോൾ സോയിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റീഡിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് ഇത്ര അങ്ങനെ കൺസ്ട്രക്ട്. ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഏക മനുഷ്യൻ ഈ ശ്രീധരനാണ്. അത് കേരളത്തോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, കേരളത്തിൻ്റെ പൾസ് അറിയാം, മണ്ണിൻ്റെ പൾസ് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ മണ്ണ് മോശം മണ്ണായതുകൊണ്ടല്ല, നമ്മൾ കടൽക്കരയിൽ താമസിക്കുന്നവരാണ്, അതുകൊണ്ട് താന്നു പോകുന്നു. ചെളി വലിയ ഭാരം വന്നു കഴിയുമ്പോൾ താന്നു പോകും. ഇപ്പോൾ ഇതിലെ ഇടിഞ്ഞു വീണതിനെ കുറിച്ച് അന്വേഷണവും പഠനവും നടപടിയൊക്കെ വരുമോ? വരണം. അതല്ലേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഞാൻ പറയാം, ആ എഞ്ചിനീയർമാരെ തൂക്കിക്കൊള്ളണം ആ അർത്ഥത്തിലല്ല. വേർ ഈസ് ദ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഉടനെ കറക്റ്റ് ചെയ്യണം. ഇനി പൊളിയാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അത് പൊളിച്ച് പണിയുകയും കൂടെ വേണം. അടുത്ത പൊളിയാനായിട്ട് കാത്തിരിക്കരുത്. കാരണം അപ്രതീക്ഷിതമായിട്ട് വലിയ അപകടമായിരിക്കും വരുന്നത്. അതെ അതെ. ഏതായാലും നമ്മളിപ്പോൾ വളരെ വലിയ പ്രതീക്ഷയാണ്, ഒരുപാട് നാളത്തെ സ്വപ്നം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. കേരളത്തിൽ ഈ എൻജിനീയേഴ്സിൻ്റെ പലവിധ സംഘടനകൾ, റിട്ടയറായ ആൾക്കാർ, അവരൊക്കെ ഉണ്ട്. ആരും ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ ശ്രീധരൻ വാസ് ആൻ എക്സെപ്ഷൻ. അത് പാലാരിവട്ടം പാലമാണെങ്കിലും എന്താണെങ്കിലും പുള്ളി ഇടപെടും, ഹൈക്കോടതിയിൽ പോവും, അങ്ങനെ ചെയ്യും ഒക്കെ. ഒരു റിയൽ എൻജിനീയർ. ബാക്കിയുള്ളവർ ഞാൻ റിട്ടയറായി, എനിക്കിപ്പോൾ എന്താ എങ്ങനെയെങ്കിലും. അതെ അതെ, അങ്ങനെയല്ല. എൻജിനീയർമാർ ഇടപെടേണ്ട അവസരങ്ങളാണ് ഇതൊക്കെ. ദേ ഷുഡ് ഷോ എക്സാമ്പിൾ. ഇതാണ് പറ്റിയ അബദ്ധമാണ്. ഈ ഒരാൾക്കൊരു തെറ്റ് പറ്റി എന്ന് വിചാരിച്ചിട്ട് അയാളെ ശിക്ഷിക്കേണ്ട കാര്യം, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ പ്രിസംഷൻ, എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിയത്? തമിഴ്നാടിൻ്റെ അതേ ഫോർമുല, അതേ മറ്റേ കോൺക്രീറ്റ്, അത് വെച്ച് ഇവിടെ ചെയ്തതാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഇപ്പോഴും ഈ ശ്രീധരൻ പൂർണ്ണ ആരോഗ്യവാനാണ്. യു ക്യാൻ കൺസൾട്ട്. അതെ അതെ. ഏതായാലും നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത വികസനം. അതിനുണ്ടാകുന്ന തടസ്സങ്ങൾ വലിയ സങ്കടവുമാണ്. അതിന് ഈ ഫ്ലക്സ് വെച്ച് ആള് കളിക്കാനൊക്കെ നിൽക്കാതെ ഈ കാര്യമായ കാര്യങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ NHAയുടെ വീഴ്ചയാണെങ്കിൽ യെസ്, അത് വീഴ്ചയാണെന്ന് അവർ സമ്മതിക്കുന്നു. അവരേകദേശം സമ്മതിച്ച മട്ടാണ്. അതുകൊണ്ടാണ് അവർ ലാൻഡ് സ്ലൈഡാണ് എന്ന് പറയാൻ കാര്യം. ലാൻഡ് സ്ലൈഡാണ് എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ലാൻഡ് സ്ലൈഡ് മുൻകൂട്ടി കണ്ടില്ല? അത് കാണേണ്ടതാണ്. നമ്മളൊരു മല തുരക്കുമ്പോഴോ പാടം നികത്തുമ്പോഴോ ഒക്കെ അതിൻ്റെ ആഘാതം എന്തായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് വെള്ളത്തിന് ഒഴുകിപ്പോകാനുള്ള, ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞില്ല, 10-12 തോട് നികന്നു പോയിട്ടുണ്ട് ഈ കൺസ്ട്രക്ഷൻ കൊണ്ട്. അപ്പോൾ ആ തോടുകൾ നിർവഹിക്കുന്ന ഒരു ഡ്രെയിനേജ് ആണല്ലേ തോട്. താഴ്ന്ന പ്രദേശത്തൊക്കെ തോട് ഡ്രെയിനേജാണ്, മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള. ആ തോടുകളെല്ലാം നിങ്ങൾ നികത്തി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇങ്ങോട്ട് പോകും. വെള്ളം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും. തള്ളി ഒരു വീക്ക് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പട്ടയം പറഞ്ഞില്ല എൻ്റെ വീട്. അതുവരെ ആരും അറിയില്ല, സുഖമായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും ആ ബ്രേക്കിംഗ് പോയിന്റ് വരുന്നത് വരെ. ഏതായാലും വളരെ കാലവർഷം വരുന്നതിന് മുമ്പേ അത് പൊളിഞ്ഞത് നന്നായി അല്ലേ? അല്ല എന്നല്ല, വലിയ മേജർ അപകടമില്ലാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷപ്പെട്ടത് നന്നായി. കാലവർഷം വന്ന് ഇപ്പോൾ വേനൽക്കാലത്താണ് ഇത് പൊളിഞ്ഞു വീണമെങ്കിലോ, വേനൽക്കാലത്തും പൊളിഞ്ഞു വീണമെന്നൊക്കെ. അല്ല, അപ്പോൾ പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമില്ലല്ലോ എന്ന് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നു. നേരത്തെ കുടിച്ച വെള്ളം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും.
ലാൻഡ് സ്ലൈഡ് മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. യു ഹാവ് ടു ഡിസൈൻ ദ തിങ് അക്കോർഡിംഗ് ടു ദ സാൻഡ് സോയിൽ ക്വാളിറ്റി ആൻഡ് ഈ ക്ലൈമറ്റ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ, മെറ്റീരിയൽ ഡിസൈൻ ചെയ്യാൻ. ഏതായാലും NHAIക്ക് നല്ല ബുദ്ധിയും നല്ല വിവേകവും ഉണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.